10 ഇൻഷാല്ലാ കല്യാണം എല്ലാവരും വരിക. ഫാമിലിയിലെ ആകെ മുഞ്ചിയ രാവിലെ തന്നെ വല്ല ബെല്ലടിയും കിട്ടണെങ്കിൽ പക്ഷെ ഉച്ചയ്ക്ക് എന്നുള്ള അടുക്കള പോയപ്പോൾ മനസ്സിലായി ആണെങ്കിൽ എന്തോ തിരക്കിട്ട പണിയിലാട്ടോ. എന്താന്ന് വെച്ചപ്പോൾ പറഞ്ഞ കല്യാണത്തിൽ ഡ്രസ്സ് എടുക്കാൻ പോകാണ്ട് ഉമ്മന്റെ കൂടെ പോകുമ്പോൾ ഏറ്റവും കോമഡി എന്താ വെച്ചാൽ ഒരു 30-40 പോകുമ്പോഴത്തേക്ക് തുടങ്ങും. അപ്പോൾ ഗൈസ് നമ്മളെ ഫാമിലിയിലെ അപ്കമിങ് ബ്രൈഡിനെ കാണാൻ വേണ്ടി പോവാണ്. ബ്രൈഡ് ടീം മുന്നേ എത്തിക്കുന്നു കേട്ടോ. പക്ഷെ എത്ര നോക്കിയിട്ടാണെങ്കിലും അവരെ കാണൂല. കസവ് കേന്ദ്ര ഗൈസ് ആകെ മൂഞ്ചി. നമ്മള് കസവ് കേന്ദ്ര പറഞ്ഞിട്ട് കേറിയ സിൽക്ക് മന്ദിറിലാണ്. പേരൊക്കെ കയറി പിന്നെ നമ്മൾ പേര് നോക്കിട്ട് തന്നെ കയറിയിട്ട് ഇവിടെ നിന്ന പോസ്റ്റ് മനസ്സിലാക്കി നേരെ ബ്രൈഡിന്റെ അടുത്തേക്ക്. അപ്പൊ ഗൈസ് സാരി എങ്ങനെ ഉണ്ട് എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഐ ലൈക്ക് മൈ സാരി. എങ്ങനെയുണ്ട് ഇവക്കാണ് ഇവിടെ പോയാലും ക്യൂട്ട്നെസ് അത് ആരും കൊണ്ട് പരുത്തി കാണും. കുടുംബക്കാരൊക്കെ നോക്കുന്നുണ്ട്, കുറവാണ്. അപ്പൊ ആഗസ്റ്റ് 10 ഇൻഷാല്ലാ കല്യാണം എല്ലാവരും വരും. അപ്പൊ പിന്നെ വിളിച്ചില്ല അവരുണ്ട് എല്ലാവരും നേരത്തെ കാലത്ത് വരും. ഈ വെള്ളം കൊടുക്കുന്ന ചേച്ചി ഞാൻ കുറെ നേരം നോക്കും. നോട്ടം കണ്ടിട്ടാണ് അറിയാം. വേറെ ചേച്ചി ഇന്നാ മോനെ കുടിച്ചു പറഞ്ഞു കൊടുത്തത്. ഇമ്മന്റെ പ്രത്യേകത എന്താ വെച്ചാൽ പുറത്തുനിന്നുള്ള ഒരു സാധനത്തൊന്നും കുടിക്കും ചെയ്യില്ല. ഇന്നെ അപേക്ഷിച്ച് ഭയങ്കര ലാഭാട്ടോ. ഇമ്മന്റെ കൂടി ഇക്കി കുടിക്കാൻ കണ്ണാടി നോക്കിയതേ ഓർമ്മയുള്ളൂ. ഷാറുഖ് ഖാന്റെ മുന്നിൽ ഇങ്ങനെ വന്നു. പിന്നെ എന്നെ വിളിക്കുന്ന ഇങ്ങോട്ട് ഒരു സാധനം തപ്പാണ്ട് പോയോക്കുമ്പോഴല്ലേ ഓള് പറയണേ ഈ കുന്നോല എടുക്കുന്നതിനുള്ളിൽ എവിടെ നിട്ടാണ് ഇത് ബ്രൈഡിന്റെ ഫ്രണ്ടാന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഓളെ ലാസ്റ്റ് കണ്ടിടിച്ചിട്ടോ. അതിന്റെ വലിയ ഓളം മൊത്തം കാണാനുണ്ട്. അങ്ങനെ പിന്നെ ആ ഒരു പരിപാടി കഴിഞ്ഞിട്ടോ. പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയി. നമ്മളെ ഫാമിലി ആയിക്കൊണ്ട് പറഞ്ഞില്ല എല്ലാവരും ടാലന്റ് ഫുഡ് വരുന്നവരെ ഞങ്ങൾ ടാലന്റ് പുറത്തെടുക്കാൻ തുടങ്ങി. പിന്നെ ഫുഡ് കഴിച്ച് നേരെ പൊരിക്കും. അപ്പൊ ബൈ.